നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാരദാമേ, ഇത് കൈവച്ചോ. ഭദ്രമായി സൂക്ഷിച്ചോണം. നന്ദിയുണ്ട് രഞ്ജിനി മോളെ. ശാരദയുടെ ഇത്ര നാളത്തെ കണ്ണീരിന്റെയും ചോരയുടെയും വേർപ്പിന്റെ ഒക്കെ വിലയായത്. ആ, നീ സിനിമയും സീരിയലും ഒക്കെ കാണാറില്ലേ ബാലേന്ദ്ര? അതിൽ നല്ല വൃത്തിയായിട്ട് എഴുതി കാണിക്കുന്നുണ്ടല്ലോ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ശിക്ഷാർഹമാണെന്ന്. പക്ഷേ ഈ സീനിൽ അങ്ങനെ ഒരു കാർഡിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഒരു സ്ത്രീക്കെതിരെ നടത്തിയ അക്രമത്തിന് മറ്റൊരു സ്ത്രീ കണക്ക് ചോദിക്കുന്നതാ. അടങ്ങി നിൽക്ക് രാജേശ്വരി, ഇല്ലെങ്കിൽ എടുത്ത് അകത്താക്കും ഞാൻ. ACP ഓഫീസ് കുടുംബശ്രീയുടെ ചായ്പിനോട് ചേർന്നാണോ അല്ലയോന്ന് കാണിച്ചു തരിഞ്ഞ്. വീട്ടിലും ജോലി സ്ഥലത്തും അതിക്രമിച്ചു കടക്കൽ, വധശ്രമം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, വ്യാജരേഖ നിർമ്മാണം, യൂണിഫോമിലുള്ള പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തൽ, അങ്ങനെ വകുപ്പുകൾ കുറെ ഉണ്ട്. അട്ടക്കുളങ്ങര വനിതാ ജയിലിലൊക്കെ ഇപ്പൊ നല്ല ഫെസിലിറ്റീസാ. എന്താ, ഒന്ന് കാണുന്നുണ്ടോ? തൽക്കാലം ജയിച്ചു എന്ന് കരുതി അഹങ്കാരം വേണ്ട ശാരദേ. ഇവിടുന്ന് ഒരു പിടി മണ്ണ് കൊണ്ട് പോവാ പൂജാമുറിയിൽ ഉഗ്രശക്തിയുള്ള ദൈവത്തിന്റെ മുമ്പിൽ വെക്കാൻ. നീയും നിന്റെ മക്കളും ഈ മണ്ണിൽ നിന്ന് നടന്നൊഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചത്തൊഴിയും. കണ്ടോ നീ? തോറ്റുപോകുന്നവര് പറയുന്ന പഞ്ച് ഡയലോഗ് ഒന്നും വേണ്ട. നിങ്ങൾ പോവാൻ നോക്ക് രാജേശ്വരി, ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകും ഞാൻ. വാടാ. അളിയൻ മനസ്സുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. പ്രതീക്ഷിച്ച പോലെ തന്നെ അളിയൻ ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്തു. അല്ലേ അളിയ? നീ ഭക്ഷണം കഴിക്കാനാണോ ബാലേന്ദ്ര ഇരിക്കുന്നത്? അളിയൻ എന്താ അത്ര ദേഷ്യം? കഴിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് ഇരിക്കാലോ. ശാരദാമ്മയും മക്കളും കണ്ണീരും കയ്യുമായിട്ട് പടിയിറങ്ങുന്ന ദൃശ്യം കാണാമല്ലോ എന്നുള്ള സന്തോഷത്തിലാ ഇന്ന് രാവിലെ സത്യം പറഞ്ഞ കണ്ണു തുറന്നു തന്നെ. പക്ഷെ എന്ത് ചെയ്യാന്, ആ മുദ്രപത്രത്തിൽ എഴുതിയതും മൊത്തം മാറിപ്പോയില്ലേ. അതെന്ത് മറിമായാണോ എന്തോ. ആ രാജേശ്വരി, എന്തായത്? അയ്യോടാ, ഉപ്പുമാവല്ലേ? അല്ല ചേച്ചി, ഇത് മണല. മണലോ? അതെ ചേച്ചി, മണല് തന്നെ. അയ്യോടാ, ഞാൻ ഉപ്പുമാവാണല്ലോ ഉണ്ടാക്കി വെച്ചിരുന്നത്. അങ്ങനെ പലത് സംഭവിക്കും ചേച്ചി. ഈ മുദ്രപത്രത്തിൽ എഴുതിയത് മാറാവുന്നുണ്ടെങ്കിൽ ഉപ്പുമാവിന് പകരം കുഴിമണലാവാലോ. സംശയിക്കണ്ടല്ലിയ, ഇതേ കുട്ടിച്ചാത്തന്റെ കളിയാ. ഞാനിത് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ വീട്ടിൽ ഉറപ്പായിട്ടും കുട്ടിച്ചാത്തനുണ്ട്. ഓ,
നേരാടാ, ഈ പറഞ്ഞത് സത്യമാണെന്നേ എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസേ ഞാനിട്ട കണ്ണിമാങ്ങ അച്ചാറിന് പകരം ഭരണിയിൽ ഇപ്പോ കരിങ്കല്ല് കിടക്കുന്നു. കഞ്ഞിവെള്ളം കള്ളായി മാറുന്നു. അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അളിയാ, ഇനിയിപ്പൊ നമ്മള് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കുകയും ചെളിയേ. പാവത്തിന് വിശക്കുന്നില്ല. അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാടാ? നിനക്ക് തന്നത് കൂടാതെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഭക്ഷണമായിട്ട്. അയ്യോ, ചോറ് വെക്കാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഒരു ചാക്കരി അറക്കപ്പൊടിയായി. സോറി അളിയാ, ഞാനിത് കഴിച്ചു പോയി. അല്ലെങ്കിൽ ഇതിന് കുറച്ച് തരാന്നുള്ളൂ. ഇനി കുടുംബശ്രീന്ന് പോയി കഴിക്കാൻ പറയടാ. അവിടെ ഒരു ഹോട്ടല് മൊത്തത്തിൽ തുറന്നു വച്ചിരിക്കുകയല്ലേ. ഇപ്പൊ അവിടുത്തെ രുചിയല്ലേ പിടിക്കൂ. നന്നായിട്ട് പൊള്ളി അല്ലേ ചേച്ചി? പൊള്ളണോടാ, അല്ലെങ്കിൽ രാജേശ്വരി ഒരു മണ്ടിയാണെന്ന് അയാൾക്ക് തോന്നില്ലേ? അയാളെ വിറ്റ കാശ് നമ്മുടെ കയ്യിലുണ്ടെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? എന്റെ ചിരകാല സ്വപ്നം കയ്യെത്തും ദൂരത്ത് നിന്ന് അയാൾ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത്. അതിന് പകരം കുട്ടിച്ചാത്തന്റെ അല്ല, ലോകത്തെ സകല ചാത്തന്മാരുടെയും കളി ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.